കടൽക്ഷോഭത്തെ ചെറുക്കാൻ ശാശ്വത പരിഹാരം കാണാത്ത അധികാരികൾക്കെതിരെ വലിയ പ്രതിഷേധമെന്ന് കൊച്ചി എടവനക്കാട് നമ്മൾ കണ്ടു. വൈപ്പിൻ ചെറായി പാത ഉപരോധിച്ചുകൊണ്ടാണ് ജനങ്ങൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് പ്രശ്നപരിഹാരത്തിനെത്തിയ സബ് കളക്ടർക്ക് എതിരെയും നാട്ടുകാരുടെ രോഷപ്രകടനമുണ്ടായി. കനത്ത മഴയെ തുടർന്ന് ശക്തമായിട്ടുള്ള കടലാക്രമണമാണ് എടവനക്കാട് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. വീടുകളിലടക്കം വെള്ളം കയറിയിരിക്കുകയാണ്. പല വീടുകളും തകർന്നിട്ടുമുണ്ട്. മാത്രമല്ല, ജനങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് സംസ്ഥാന പാതയാണ്. ഈ പാത ഉപരോധിക്കുകയാണ് ജനങ്ങൾ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നതാണ് അവരുടെ ആവശ്യം. സബ് കളക്ടർ ഇവിടെ എത്തിയിരുന്നു. വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സബ് കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് DPR, അതായത് ടെട്രാപോഡിനുള്ള DPR അയച്ചിട്ടുണ്ട്. അതിന് അനുമതി കിട്ടിയാൽ ഉടൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതോടൊപ്പം തന്നെ വീടുകൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സംഭവിച്ച വീടുകളുടെ കണക്കെടുപ്പ് നടത്തും. വീടുകൾക്ക് പറ്റിയ ഡാമേജ് അസസ്മെന്റ് നടത്തി അതിനുള്ള കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കുന്നതാണ്. ഇതാണ് ആസ് ഓഫ് നൗ നമുക്കുള്ള ജിയോ ബാഗ്. ഓൾറെഡി 150 മീറ്റേഴ്സിനുള്ള സാങ്ഷൻ ആയിട്ടുണ്ട്. അതിൽ കൂടുതലുള്ളതിന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതും സാങ്ഷൻ കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ഇടും. പക്ഷേ ഇപ്പോഴും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് ടെട്രാപോഡിന്റെ കാര്യത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ചെല്ലാനം മാതൃകയിൽ അത് ഇവിടെ നടപ്പാക്കണമെന്നതാണ് അവരുടെ ആവശ്യം. പ്രത്യേകിച്ചും ഇത് എടവനക്കാട് ഗ്രാമപഞ്ചായത്താണ്. തൊട്ടപ്പുറത്ത് കുഴിപ്പള്ളി പഞ്ചായത്തുണ്ട്. ഇതിനപ്പുറത്ത് നായരമ്പലം പഞ്ചായത്തുണ്ട്. അവിടെ പുലിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ കടലാക്രമണത്തിന്റെ ആഘാതം വളരെ കുറവാണ്. പക്ഷേ ഈ മേഖലയിൽ ശക്തമാണ്. ഇവിടെ കടൽഭിത്തിയും കാര്യമായില്ല, അതോടൊപ്പം തന്നെ പുലിമുട്ടുമില്ല. എന്തായാലും 9, 13 വാർഡുകളിലാണ് പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും രൂക്ഷം. ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഇവർ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നതാണ് ജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത്. എന്നാലും ഈ പാതയിലെ ഗതാഗതം ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ്. ഏറെ മണിക്കൂറുകൾ നേരമായി ഇപ്പോൾ സ്തംഭിച്ചിരിക്കുന്നു. എന്തായാലും പോലീസ് ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം അധികാരികളുടെ ഭാഗത്തുനിന്നടക്കം ഉണ്ടാകുന്നുമുണ്ട്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.